ഏറ്റവും വലിയ അക്രമി ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനാ, അതിനെ പരിഗണിക്കാത്തവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കടാ മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്ന, ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കള് കഴിക്കാതിരുന്ന, ഉമ്മ പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ, കുട്ടികൾ പോലും പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താ. തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന് തന്റെ കൂടപ്പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ. ഒറ്റ ആയത്ത്, സൂറത്തു ത്വാഹയുടെ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു, പെങ്ങളെ നീ ഓതിയതെന്താ, നീ ഓതിയതെന്താ, എനിക്കൊന്ന് ഓതിത്തരുവോ? പ്രിയപ്പെട്ട പെങ്ങൾ പറഞ്ഞു, പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാറ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതിക്കൊടുക്കുന്നു ത്വഹ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ എന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഇതെന്തു ഗ്രന്ഥമാണല്ലാ, ഇതെന്ത് ഗ്രന്ഥമാണല്ലാ. എടാ ചെറുപ്പക്കാരാ, ഉമർ മുസ്ലിമായപ്പോ നാട്ടുകാര് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയോ കാട്ടാളന്മാര്, എത്രയോ അല്ലാഹുവിനെ മറന്നു നടന്നവർ, പടച്ചറപ്പിനെ മറന്നു നടന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പടച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണു വഴങ്ങി കൊടുക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ്. ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. താൻ മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരേ ഒരായത്ത്. എടാ, ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തു. ആ പെണ്ണ്
ബന്ധപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഓതുകയാ, അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ. അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നിന്ന് നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസാരമല്ല ഉമ്മ, നിസാരമല്ല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ, വമൻ അളിലമ മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ? പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഇവനെന്തേ ഇങ്ങനെയായി പോയത്, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ ചെറുപ്പക്കാരാ? ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാണോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാണോ, തലമറച്ചവൾ ഫർദ് ധരിച്ചവൾ അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാണോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്നു, ഉസ്താദ് ഇവനെ എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും, ഉസ്താദ് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അല്ലാഹുവിനെ പേടിയില്ല, മോശമായ വീഡിയോകൾ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഇൻ തദൂഹും ഇലൽ ഹുദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന്, പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേര് ഉപദേശിച്ചിട്ട് നന്നാകാത്തത്. എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവർ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചു കളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു അമുസ്ലിമായ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പിടിച്ചോണ്ട് വന്ന് വീട്ടിലിരുത്തി, പാപ്പായി ഉമ്മായി കരയും, മറ്റോ ഉണ്ടോ?
പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറയും, മോളെ നിസ്കരിക്കണം, മരണമുണ്ട്, ഖബറുണ്ട്. ഓളിങ്ങനെ ഇരിക്കുക, വെടിയുണ്ടതുപോലെ, ഒന്നും കേറൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ പെണ്ണു മാറുന്നില്ല. കാരണം എന്തേ? അവൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവളാ. പരിശുദ്ധമായ ഖുർആൻ പിന്നെ അവരുടെ ഹൃദയം അങ്ങ് അള്ളാഹു സീലി വെക്കും, ചെവി പിന്നെ ഒന്നും കേൾക്കൂല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ അകത്തേക്ക് കയറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ഈ അടുത്തിങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ പരക്കുന്നത് കണ്ട് സങ്കടം തോന്നി. മംഗലാപുരത്താണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ ഏതോ ഒരു മാളിൽ നിൽക്കുന്ന ഒരു വീഡിയോ. ഈ അടുത്ത് ആരോ ഇന്നലെ എങ്ങാണ്ടെന്ന് ആരോ കാണിച്ചു തന്നു. ഞാനിവിടെ വയലിന് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരെ ഈ വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര ഉസ്താദ് ഇതിനെക്കുറിച്ചൊന്ന് പറയണം, ഞാൻ മാളിലെ ജോലിക്കാരനാ, ഞാൻ മംഗലാപുരത്തുള്ള ഒരു മാളിലെ ജോലിക്കാരനാ, ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയണോന്ന്. ഞാൻ അവനെന്തോ പറയാനാ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ പിടിച്ചവനെയാ. ഒന്ന് അരച്ചേക്ക്. എടാ പൊന്നാര ചങ്ങാതി, ഞാൻ ചിന്തിക്കണം, ഈ വീഡിയോ പിടിച്ചവൻ, ഈ വീഡിയോ ഷെയർ ചെയ്തവൻ, എടാ ആ തെറ്റ് ചെയ്ത പെണ്ണ് അള്ളാന്റെ അടുത്ത് പശ്ചാത്തപിച്ച് അള്ള പുറത്തു കൊടുക്കും. ഈ വീഡിയോ ഷെയർ ചെയ്തവൻ എന്ത് ചെയ്യും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തെറ്റ് ചെയ്ത പെണ്ണ്, ഞാൻ കള്ളു പിടിച്ചെന്ന് വിചാരിക്കാം, ഞാൻ അള്ളാടെ മുന്നിൽ പോയിട്ട് പശ്ചാത്തപിച്ച് അള്ള എനിക്ക് പുറത്തു തരും. പക്ഷെ ഈ വീഡിയോ പിടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇറക്കണ എന്നെ വരെ കാണിച്ചില്ലേ? അപ്പൊ ഈ ഷെയർ ചെയ്ത് മിസ്രി സവാബ് വാങ്ങുന്നവൻ, നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞാൽ, ഇരിക്കണ നൗഷാദ് ഹാജിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ, ഞാൻ മക്കത്ത് പോയിട്ട് കാവ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നൗഷാദ് ഹാജിയുടെ കൈ തന്നെ പിടിക്കണം. നിങ്ങൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ട്, ഞാൻ കഅബാലയത്തിൽ പോയി ഹജറുൽ അസ്വദ് ഇങ്ങനെ മാറി മുത്ത്, അള്ള പുറത്താന്ന്. അള്ള പുറത്തു തരൂല്ല. അള്ള പൊറുക്കണമെങ്കിൽ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയണ, ഉസ്താദെ ഒരു സമയം കിട്ടിയപ്പോൾ ഇത്തിരി ഇറച്ചി ഞാൻ തിന്നിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തത് തെറ്റോ ശരിയോ അതെല്ലാവർക്കും അറിയാം, ചെയ്തവർക്കും അറിയാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്? നീ ഒരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹു മറച്ചു വെച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യമാക്കരുത്. ഓർത്തു വെച്ചോ, പെണ്ണുങ്ങൾ പ്രത്യേകം കേൾക്കണം. എൻ്റെ ഉമ്മമാര്, അള്ളാഹു മറച്ചു വെച്ച കാര്യം. ഉദാഹരണം പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്, രാത്രി കള്ളു കുടിച്ചു, ആരും അറിഞ്ഞില്ല. രാവിലെ വന്നിട്ട് പറയാ, അളിയെ ഇന്നലെ വൈകിട്ട് ഞാനൊരു 60 അടിച്ചു കേട്ടോ. പരസ്യമായിട്ട് പറയാ, ചെയ്യരുത്. എന്ത് വലിയ അള്ളാഹു മറച്ചു വെച്ച കാര്യം നീ പരസ്യപ്പെടുത്തരുത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചൂടെ? ഞാനൊരു പെണ്ണുമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കാറാകട്ടെ, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല, ക്ലിപ്പ് എവിടെ നിന്നാണ് ഇറങ്ങുന്നതെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അള്ളാഹും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞാനത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്തേ? അള്ള മറച്ചു വെച്ചതല്ലേ. അള്ള മറച്ചു വെച്ചത് ഞാൻ മറച്ചു വെക്കണം, പരസ്യപ്പെടുത്തരുത്. പരസ്യപ്പെടുത്തിയാൽ പിന്നെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ എന്തു പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങാറില്ല. നമ്മൾ നിസ്സാരമായി കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, എടാ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാൽ ഓള് പോട്ടടാ, നിനക്കെന്താ എത്ര വിഷമം? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് അമുസ്ലിം, എത്രയോ അമുസ്ലിമീങ്ങളുടെ കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉടനെ എഴുതിയിടും, മംഗലാപുരത്തുള്ള ഇന്ന സ്ഥലത്തുള്ള പെണ്ണ് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. എന്തിനാ എഴുതിയിടുന്നത്? പോയെങ്കിൽ പോട്ടെ, നമുക്കെന്താ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇമാം ആമീൻ പറ. എനിക്ക് ഓർമ്മ വരുന്നത്, നേരത്തെയൊക്കെ ഒരു അമുസ്ലിമായ പയ്യന്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ വലിയ വേദനയായിരുന്നു, വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ കേട്ട് അത് ശീലമായി. ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടു, ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. അപ്പൊ അതിനടിയിൽ ഇങ്ങനെ കമൻസ് എഴുതുന്നുണ്ട്. കമൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ കമൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ എന്താ എഴുതിയെന്നറിയാവോ? ഒരുത്തിയും കൂടെ പോയി, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ, നമുക്കവിടെ പോയി അടിച്ചു പൊളിക്കാന്ന്. പോയത് പോയി, അതെന്നെ. നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പിറന്ന പെണ്ണ് പോവോ? നിങ്ങൾ പറ, പോവോ? മലയാളം മനസ്സിലാവണില്ലേ? നല്ല വാപ്പായിക്കും നല്ല ഉമ്മായിക്കും ജനിച്ച മകള് പോകുവോ? ഇല്ലേ, പോകൂല. ഇനി ഏത് കൊലകൊമ്പം വന്നാലും പോകൂല. അത് ചരിത്രം സാക്ഷിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിടിച്ച മക്കള്, അവൾ എങ്ങനാ?
ഏത് വഴിപിടപ്പിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. ഒരുത്തൻ പിഴപ്പിക്കാൻ വന്ന, ലൈനടിക്കാൻ വരുന്നവൻ, പ്രണയിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് നോക്ക്. ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ബസറയിൽ പെണ്ണുങ്ങളെ പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. ആ ബസറയിൽ ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും. അങ്ങനെ ചിലതുണ്ടല്ലോ, ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും. അപ്പൊ ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണ്, ഈ പെണ്ണിങ്ങനെ ശരീരം മറച്ചിങ്ങനെ നടക്കുമ്പോ എല്ലാരും നോക്കി, ഓള് വളയുന്നില്ല. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ ഈ ബസ്രയിലെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നോക്കിയിട്ട് തോറ്റതാ, നീ എല്ലാ പെണ്ണിനെയും വളയ്ക്കുമല്ലോ, എന്നാ അവളെ ഒന്ന് വളച്ചു കാണിക്ക്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ഈ പെണ്ണിനെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഈ പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ കൂടെ പോവാ, അങ്ങനെ കൂടെ തന്നെ പോവാ. എന്തൊക്കെ ചെയ്തിട്ട് ഇവ മാറിടില്ല. അവസാനം ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട്, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ? നീ എന്റെ പുറകെ നടക്കുന്നത് എന്തിനാ? നീ എത്ര നടന്നിട്ടും കാര്യമില്ല, എന്നെ പിഴപ്പിക്കാൻ നടക്കരുത്, നീ നിന്റെ കാര്യം നോക്ക്. ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് പെണ്ണ് നടന്നുപോയി. പക്ഷെ ഇവൻ പിന്നെയും പുറകെ പോവാ. അവസാനം എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. അവസാനം ഈ പെണ്ണ് തന്റെ വീടെടുക്കാറായ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ? നിനക്ക് മരിക്കണ്ടേ? അള്ളാനെ പേടിയില്ലേ? നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ എന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കല്ലേ? എന്ത് കണ്ടിട്ടാണ് നീ എന്റെ പുറകെ നടക്കുന്നതെന്ന് ആ സുന്ദരിയായ പെണ്ണ് ചോദിക്കുമ്പോ ആ ബസറയിലെ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നീ നിന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ്, പക്ഷേ നിന്റെ കണ്ണുകളുണ്ടല്ലോ, രണ്ട് കണ്ണുകൾ വെളിയിൽ കാണുന്നുണ്ടല്ലോ, അത് കാണാൻ വല്ലാത്ത ഗ്ലാമറാ. ഈ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകിൽ വന്നത്. നിന്റെ കണ്ണിന് ഇത്ര സൗന്ദര്യമാണെങ്കിൽ പെണ്ണ്, നിന്റെ ശരീരത്തിന് എന്ത് സൗന്ദര്യമായിരിക്കും? എനിക്ക് നിന്റെ കണ്ണ് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ പെണ്ണിന്റെ കണ്ണ് നിറയുകയാ. അവിടുന്ന് ചരിത്രം പറയുകയാണ്, ആ പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്ക്, എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കെന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാഹുവേ, കരയുകയാ. എന്തിനാണ് കരയുന്നതല്ലാ? എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ വഴിപിഴച്ചു പോയല്ലോ അല്ലാ. എന്റെ കണ്ണല്ലേ അതിന് കാരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു കത്തിയെടുത്തു, രണ്ട് കണ്ണും അവിടെ നിന്ന് ചൂഴ്ന്നെടുക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് കണ്ണും ചൂഴ്ന്നെടുത്തു. അതാ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാ. അല്ലാഹുവേ, അവിടെ നിന്ന് കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവൻ ആഗ്രഹത്തോടെ, എന്താണ് റബ്ബ്, ആ സുന്ദരിയായ പെണ്ണ് തന്നതാണല്ലോ. അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോ രണ്ട് കൃഷ്ണമണികളാ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്, തന്റെ വീടിനകത്തേക്ക് ഓടുകയാണ്. പടച്ചവരെ, കരയുകയാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിയുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസം തോന്നുകയാണ്. ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, ആ പെണ്ണിനെന്ത് സംഭവിച്ചതെന്നറിയണമല്ലോ. അവസാനം ആ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ജനാസ കൊണ്ടുപോവുകയാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. വീടിനകത്തിരുന്നപ്പോ ചിന്തിക്കുന്നത് എന്തെന്നറിയുവോ? ആ പെണ്ണ് ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, മരിക്കണ്ടേടാ, അല്ലാഹുവിനെ പേടിയില്ലേ?
പടച്ചവനെ ആ ബസറയിലെ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ പെണ്ണ് ചോദിച്ച ചോദ്യം അങ്ങ് തറയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതാ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവനോട്, ഫോൺ വിളിച്ചുകൊണ്ട് സല്ലപിക്കാൻ വരുന്നവനോട്, എടാ മരിക്കണ്ടേടാ, അള്ളാടെ മുന്നിൽ പോകണ്ടേടാ, മസറയിൽ പോയി നിന്ന് കണക്ക് പറയണ്ടേടാ, 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ മോളെ വന്ന വഴിയെ തിരിച്ചു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കിയാൽ, അതിനെ നീ അവഹേളിച്ചാൽ, അവരെ നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് കടന്നു വരൂല. അല്ലാഹു ഹൃദയം സീല് വെക്കുകയാ, ചെവി രണ്ടും മൂടി വെക്കുകയാ, പിന്നെ ഒന്നും നിന്റെ ഹൃദയത്തിൽ ഇറങ്ങൂലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്തു പറഞ്ഞാലും തിരിയൂല, എന്തു പറഞ്ഞാലും തിരിയൂല. എത്ര വലിയ ഉപദേശം കേട്ടാൽ, വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഊ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബിന്റെ അല്ലാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തു പറഞ്ഞു കൊടുത്തിട്ടും അവരനുസരിക്കുന്നില്ല. അവര് കളിയാക്കുകയാ, അവര് നിസാരമാക്കുകയാ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർ തെറ്റിയപ്പോ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെയും തെറ്റിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവരോട് പറയുകയാ, നിസാരമാക്കുന്നവരോട് പറയുകയാ, നീ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാ. 2, അല്ലാഹു നിന്റെ ഹൃദയമങ്ങ് സീല് വെക്കുകയാ, പിന്നെ നിനക്ക് രക്ഷയില്ല, പിന്നെ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവേ, അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാണ്. പടച്ചവനെ, ഞങ്ങളെ നിസാരമാക്കിയിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരാതെ തടഞ്ഞു വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മോനെ, കഠിനമായ ശിക്ഷയുണ്ടടാ, കഠിനമായ ശിക്ഷയുണ്ട്, ഭയാനകമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നിസാരമാക്കിയാൽ, ആ ആയത്തുകൾ നീ നിസാരമായി കണ്ട, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ വല്ലാത്ത കഠിനമാ. ഖുർആൻ പറയുകയാ, ഖുർആൻ പറയുകയാ, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവന് അവനക്രമിയാ, അവനക്രമിയാ. അവനെക്കാളും വലിയ അക്രമി ആരുണ്ട്? തീർച്ചയായും അനന്തരം അവന് കഠിന ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
കഠിന ശിക്ഷയാടാ ചെറുപ്പക്കാരോ, ഭയാനകമായ ശിക്ഷയുണ്ടടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കിയവര് വല്ലാത്ത ശിക്ഷ നിനക്ക് കടന്നു വരാനുണ്ട്. അത് ഭയാനകമായ ശിക്ഷയാണ്. ഒരു ചരിത്രം പറയട്ടെ, ഒരു ചരിത്രം പറയട്ടെ. അല്ലാഹു പറയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുവോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ ഒരു യുദ്ധത്തിന് വേണ്ടി അയക്കുകയാണ്. പടച്ചവനെ, സ്വഹാബികൾ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ഒരു സ്ഥലത്ത് ചെന്ന് തമ്പടിക്കുമ്പോ സഹാബികളുടെ കൂട്ടത്തില് ഒരു ഹാഫിളായ സ്വഹാബിയുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവരാ. ആ സ്വഹാബിയതാ ഒരു ജൂത പെണ്ണിനെ കാണുകയാണ്, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് പ്രണയം തോന്നുകയാണ്, അവളോട് സ്നേഹം തോന്നുകയാണ്. അവസാനം തന്റെ ആഗ്രഹം പെണ്ണിനോട് പറയുകയാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ആ ജൂത പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് നീ കടന്നു വന്നാൽ, നീ മതം മാറി എന്റെ മതത്തിലേക്ക് കടന്നു വന്നോ, ഞാനതിന് സമ്മതമാണെന്ന് പറയുമ്പോ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും മതം മാറുകയാണ്. ആരാണെന്ന് ചിന്തിച്ചു നോക്ക്, ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ നിന്നും മതം മാറുകയാ. എല്ലാവരും പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. അങ്ങനെ പടച്ചവനെ ചരിത്രം പറയുന്നു, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. അവസാനം വർഷങ്ങൾ കഴിഞ്ഞു. ആ യുദ്ധത്തിന് പങ്കെടുത്ത ഒരു സ്വഹാബി ഉണ്ടല്ലോ, അതേ നാട്ടിലൂടെ കടന്നു പോവുകയാ. പണ്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയ നാട്ടിലൂടെ കടന്നു പോയപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, മതം മാറി വിവാഹം കഴിച്ച ഒരു സഹാബി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവസാനം കാണാൻ പോയി. പരസ്പരെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു, രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിരിയാ സമയമാകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനാണല്ലോ, നീ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനാണല്ലോ, നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഹാഫിളായിരുന്നല്ലോ. അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആനിലെ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒന്നേ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നു. സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രം ഓർമ്മയുണ്ട്. മഹാനപടൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ, ആ ഓർമ്മയുള്ള ആയത്തേതാ? ആ ഓർമ്മയുള്ള ആയത്തേതാ? എടാ ചെറുപ്പക്കാരാ, മറക്കല്ലേടാ. അല്ലാഹുവിന്റെ ഖുർആനിലെ സർവ്വായത്തുകളും മറന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ഓർമ്മയുണ്ടായ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എങ്ങനെ മറക്കുവടാ, എങ്ങനെ മറക്കുമടാ? ഏത് മറന്നാലും ഇത് മറക്കില്ലല്ലോ. മരണത്തെ കുറിച്ചല്ല, ഖബറിനെ കുറിച്ചല്ല, പരലോകത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ ഒരു താക്കീതാ.
ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഏത് മറന്നാലും ഇത് മറക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏതായത്ത് മറന്നു പോയാലും ഈ ആയത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജേ, നീ എവിടെ പോയാൽ എത്ര വലിയവനായാലും എന്തൊക്കെ സംഭവിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. നീ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, നീ എന്ത് ചെയ്ത് നടന്നാലും അവസാനം എന്റെ അടുക്ക തന്നെ വരും. നീ സൂക്ഷിച്ചോ. അല്ല പറഞ്ഞതാ. പലരും പറയും ഇറങ്ങിപ്പോകുന്നവനോട്, നീ പൊക്കോ, എവിടെ പോയാലും എന്റെ കാൽ ചുവട്ടിൽ വരും, എവിടെ പോയാലും നീ എന്റെ കാൽ ചുവട്ടിൽ വരും നമ്മൾ പറയുമല്ലോ. അല്ല പറഞ്ഞതാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. വരുവടാ എന്റെ മുന്നിൽ തന്നെ. ഒരു ദിവസം നിന്നെ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഏതായത്തും മറന്നിട്ടും അത് മറന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കിയാൽ, അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞ അല്ല പറയുന്നു, നിന്നെ ഞാൻ വിടൂല, നിനക്ക് കഠിന ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരിവിന് സമയമായില്ലേ? എല്ലാരും ഇരിക്കണണ്ടിട്ട് സഹിക്കണില്ല. ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖുർആൻ നിസാരമല്ല സഹോദര, ഖുർആൻ നിസാരമല്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സഹാബികൾ ചാടി വീണു. പറഞ്ഞതാ നബിയെ. എന്താ നബിയെ? അപ്പൊ പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു, ഇതെടുത്ത് വെളിയിൽ കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് കളഞ്ഞ? റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കണം, അതെടുത്ത് പടച്ചോനെ മാറ്റിയിട്ടാ മതി. ഒരു കമ്പ് കിടക്കുന്നു, എടുത്ത് മാറ്റിയിട്ടാ മതി. പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു, മുഅദ്ദിൻ ഉസ്താദിനെ അല്ല നോക്കേണ്ടത്, നീ തന്നെ എടുത്ത് കള. അതെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹാബികൾക്ക് വലിയ സന്തോഷമായി. സഹാബികളുടെ മുഖത്തൊക്കെ വല്ലാത്ത പുഞ്ചിരിയായി. അടുത്ത ചോദ്യം, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അപ്പൊ പഴയ ഉത്സാഹം ഇല്ല സഹാബത്തിന്. നരകമല്ലേ എന്ന് ചില ചോദിച്ചു, എന്താ നബിയെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി. എത്ര സൂറത്ത് പഠിച്ചു മദ്രസയിൽ പഠിച്ചപ്പോ എത്ര സൂറത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? എവിടെ ഓർമ്മ? നമ്മളിൽ എത്ര പേരാ ഓതി നോക്കുന്നത്? അതൊന്ന് തിരിച്ചു പഠിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഏകദേശം മദ്രസയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വല്ലോഹായ്ക്ക് ശേഷമെങ്കിലും പഠിപ്പിക്കും. ഇപ്പൊക്കെ മാറി. മദ്രസയിലൊക്കെ 5ാം ക്ലാസ് ഒരു ജുസു പഠിപ്പിക്കാറുണ്ട്. എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. എവിടെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പക്ഷെ ഇനിയെങ്കിലും സമയമുണ്ട്, പോയിരുന്ന് ഓതി പഠിക്കണം. ആ മറന്നുപോയ സൂറത്തുകൾ മുഴുവനും തിരിച്ചു പഠിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടിയാ അവർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എൻ്റെ പ്രതിഫലം അസ്സദഖത്തുറദ്ദുൽ ബലായ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും, മാരക രോഗങ്ങളെ തട്ടിമാറ്റും, പെട്ടെന്നുള്ള മരണങ്ങളെ തട്ടിമാറ്റും. എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ബക്കറ്റുമായിട്ട് പോകുന്ന ചെറുപ്പക്കാരോട് ധൃതി കാണിക്കരുത്.
എല്ലാവരും അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. മോനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ബൈക്ക് മറിഞ്ഞൊരു ആക്സിഡന്റ് പറ്റാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ ഈ കൊടുക്കുന്ന സദക്കയ്ക്ക് പറ്റും. ഈ കൊടുക്കുന്ന സദക്ക കൊണ്ട് നിനക്കതിനെ തട്ടിമാറ്റാൻ പറ്റും. ഏതെങ്കിലും മാരകമായ രോഗം, ആ രോഗത്തിനെ തട്ടിമാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് പോക്കറ്റ് കൈയിട്ടെ, ഇട്ടോ, ഉണ്ടെങ്കിലും നോക്കണ്ട, ഇട്ടോ. ചുമ്മാതെയെങ്കിലിട്, നിനക്ക് പ്രതിഫലം കിട്ടും. ചുമ്മാതെയെങ്കിലിട്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കണം, നേരെ മുകളിലോട്ട് നോക്ക്, മുകളിലോട്ട് നോക്ക്. എല്ലാരും നോക്ക് ചങ്ങാതി, മുകളിലോട്ട് നോക്ക്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശം കാണുന്നുണ്ട്? ഇല്ല. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ നീല ബക്കറ്റുമായിട്ട് ഇവര് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും അതിനകത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ, പടച്ചവനെ, ഉള്ളതിൽ പങ്കു കൊടുത്തല്ല, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കൊടുത്തില്ലെങ്കിലോ മലക്ക് ദുആ ചെയ്യും, നീ കൊടുത്തതിൽ നിന്നൊരല്പം ഇവൻ കൊടുക്കണില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. വെറുതെ എന്തിനാ പണി ചോദിച്ചു വാങ്ങണത്? ഉള്ളത് കൊടുക്ക്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിയ ശിക്ഷയുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടതിനെ നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 13ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കഠിന ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, യസ്അലുകു അദാബൻ സഗദാ, ഭയാനകമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ 4ാമത്തെ കാര്യം എന്താ? ഖുർആൻ കേട്ട് കളയുന്നവര്, ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവര് നിന്നെ അല്ലാഹു ഉപമിക്കുകയാ. എന്തിനോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവരോട്, ആയത്തുകളെ നിസാരമാക്കുന്നവരോട് നിനക്കല്ല ഒരു ഉപമ പറയുകയാ. അല്ല നിനക്കൊരു ഉപമ പറയുകയാ. ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവർക്ക് അല്ലാഹു തന്നെ ഒരു ഉപമ പറഞ്ഞു തരികയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു പറയുന്നത്? നിന്നെ അല്ല കഴുതയോടാണ് ഉപമിച്ചത്. നമ്മളങ്ങനെ ഇപ്പോഴും ചിലരെ കാണുമ്പോൾ നീ തറ കഴുതയാണോ എന്ന് ചോദിക്കത്തില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നിന്നെ ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്കാണ്. അള്ളാഹു നിന്നെ ഉപമിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുതയിലേക്ക് അള്ളാഹു ഉപമിക്കുക. ഇങ്ങനെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വാർ, അങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കണ പോലെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കിയവൻ അള്ളാഹു കഴുത എന്നാ വിളിച്ചത്. കഴുതയോടാണ് ഉപമിച്ചത്. അള്ളാഹു ഈമ നൽകുമാറാകട്ടെ. ഒന്നിനും കൊള്ളത്തില്ല അതിനെ കൊണ്ട്, ഇല്ലേ? നമ്മളും പറയും എന്താ കഴുതയെന്ന് വിളിക്കും. സത്യം പറഞ്ഞ കഴുതയെ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇല്ല, ഞാൻ അജ്മീർ പോയപ്പോൾ കണ്ടു, പടച്ചോനെ, ഇങ്ങനെ ചുമടിൽ കട്ടയിട്ട് നമ്മൾ ടിപ്പറിന്റെ ജോലി ചെയ്യണത് കഴുതയെ അജ്മീർ എന്നാ. ഇങ്ങനെ ഓടുക. അപ്പൊ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോകുമ്പോൾ കട്ട ഇങ്ങനെ എടുത്ത് ഇഷ്ടികയൊക്കെ വെച്ച് അതിനിങ്ങനെ കൊണ്ടുപോകും. വേസ്റ്റ് വാരി അതിൻ്റെ മുകളിൽ വെക്കും കൊണ്ടുപോകും. അപ്പൊ നോക്കുമ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നും പോവാ. ആ പാവ ഇങ്ങനെ കൊണ്ട് നടക്ക. അല്ല പറഞ്ഞില്ലേ, അതിനൊന്നും അറിയത്തില്ല സാധുവിന്. അപ്പൊ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവനെ അള്ളാഹു കഴുതയോടാ ഉപമിച്ചത്. അള്ളാഹും കഴുതയെന്നാ വിളിച്ചത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മുൻ സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചതുപോലെയുള്ള ശിക്ഷ നിനക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് വരെ കേട്ടറിവ് പോലെ ഇല്ലല്ലോ. ഇന്ന് പോലും കേട്ടറിവില്ലല്ലോ.
പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനെ മറന്നപ്പോ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത ഒരു വൈറസിനെ പടച്ച റബ്ബ് നമുക്ക് തന്നല്ലോ. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഖുർആൻ മറന്നത് കൊണ്ടാണ്. പടച്ചവനെ ഉരുൾപൊട്ടലുണ്ടാകുന്നു, പടച്ചവരെ വെള്ളപ്പൊക്കമുണ്ടാവുകയാണ്, എന്തെല്ലാം വിപത്തുകൾ നമ്മളെ തേടി വരികയാ. അല്ലാഹുവേ, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാ പടച്ചവനെ. ഇതെല്ലാം നമ്മളെ തേടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ആയത്തുകൾ നമ്മൾ അവിടെ നിന്ന് നിസാരമാക്കിയതിന് പടച്ച റബ്ബ് വരുന്ന ശിക്ഷയാ. എല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്ക്. ഇന്ന് മുസ്ലിമിന് പേടിയാണ്, മുസ്ലിം ഒരു ഭയത്തിന്റെ നടുവിലാണ്. അവൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പോലും വല്ലാത്ത പേടിയാ. എല്ലാ സ്ഥലങ്ങളിലൂടെയും പടച്ചവനെ ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ ഒരുമിച്ച് കൂടുകയാണ്. എന്തേ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുന്നത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോ അല്ലാഹു മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പാഠം പഠിപ്പിക്കുകയാ. അല്ലാഹു നമ്മളെ നന്നാക്കുമടാ. അല്ല പറയുന്നത് നമ്മളെ കേട്ടില്ലെങ്കിൽ അല്ലാഹു മറ്റുള്ള രീതിയിൽ പടച്ചവൻ നമ്മളെ പഠിപ്പിക്കുകയാ. ഉസ്താദന്മാർ ഒരുപാട് വാഴ്ന്നു പറഞ്ഞു പടച്ച റബ്ബിനെ പേടിച്ച് നടക്കൂ. നിങ്ങൾ ഇങ്ങനെ നടക്കല്ലോ. ഖുർആനും ഹദീസുകളും നിരത്തി വെച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞപ്പോ നിസാരമായില്ലേ, കളിയാക്കിയില്ലേ? പടച്ചവന്റെ അദാബുകൾ നമ്മളെ തേടി വരികയാ. പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെന്ന് പോകണോ വേണ്ടയോ? എങ്ങോട്ടാണ് പോകേണ്ടതറിയില്ലല്ലോ. സമ്പാദിച്ചു വെച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എല്ലാവരും ഭയത്തിന്റെ നടുവിലാ. പേടിയല്ലേ സഹോദരാ? മുസ്ലിം ഇന്ന് എവിടെ പോയാലും ഭയത്തിന്റെ നടുവിലല്ലേ. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ അല്ലാഹനെ മറന്നതാ. അല്ലാഹനെ മറന്നു കളഞ്ഞപ്പോ പടച്ചവനെ പള്ളിയിൽ കയറി നിസ്കരിക്കാം നമുക്ക് മടിയാണല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് അവിടെ കയറി നിസ്കരിക്കാൻ മടിയാ. നിസ്കാരത്തെ കുറിച്ച് പടച്ചവനെ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞപ്പോ, ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞപ്പോ നമുക്ക് തിരിഞ്ഞില്ലല്ലോ. ഇന്ന് നമസ്കരിക്കാൻ പോലും, വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്ത രാജ്യമുണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്തേ സഹോദരാ? ഫർദ ധരിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ ഫർദയുടെ ഹിജാബ് പോലും അഴിക്കുന്ന കാലമല്ലേ. എന്തേ നമ്മൾ മനസ്സിലാകാത്തത്? ഇനിയെങ്കിലും നമ്മൾ എന്തേ പഠിക്കാത്തത്? എത്ര ഇസ്സത്ത് ഉണ്ടായിരുന്ന സമുദായമാ മുസ്ലിം ഉമ്മത്തിനൊരു ഇസ്സത്ത് ഉണ്ടായിരുന്നല്ലോ. ഇസ്സത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നു, മുസ്ലിമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നു. ഇന്ന് വല്ല ഇസ്സത്തും ഉണ്ടോ? കേരളത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടും അറബികൾ കടന്നു വന്നപ്പോ സ്വീകരിച്ചത് ഇവിടുത്തെ മാപ്പിള മുസ്ലിമീങ്ങളാ? അല്ല. കേരളത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന സമയത്ത് അറബികളെ സ്വീകരിച്ചത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അവർക്ക് വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും താമസിക്കാൻ സൗകര്യം കൊടുത്തതും നിസ്കരിക്കാൻ റൂം കൊടുത്തതും അന്നത്തെ ഹൈന്ദവരായിരുന്നു. ഇന്നോ മുസ്ലിമിന് എന്തെങ്കിലും വിലയുണ്ടോ എവിടെങ്കിലും? ഈ ഡുബൈയും തൊപ്പി ഇട്ടുകൊണ്ട് പോകുമ്പോ പടച്ചവരെ ചന്ദ്രനിൽ ഇറങ്ങി വന്ന ആളെ പോലെ നമ്മളെയൊക്കെ ചിലര് നോക്കണത്. എടാ, അവഹേളനം, പുച്ഛം. നിങ്ങൾ ആലിക്ക് ഇതുപോലെ ജുബൈയും തൊപ്പിയൊക്കെ ഇട്ട് മംഗലാപുരം ടൗണിൽ കൂടെ ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കുക, ഒരു അത്ഭുത ജീവിയെ പോലെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ആരെ? നമ്മളെ. എന്തുകൊണ്ട്? ഇത് നമ്മൾ അല്ലാഹനെ മറന്നപ്പോ അല്ല തന്ന ശിക്ഷയാ. എന്തിനാ അവരുടെ തോളത്ത് കയറണത്? എന്തിനാ അവരുടെ തോളത്ത് കയറുന്നത്? മുസ്ലിം എന്ന് പറയുമ്പോ തന്നെ ഒരു മോശമായ രീതിയിൽ കാണുന്ന ഒരു കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ല പറയണേ നമ്മൾ കേൾക്കണില്ല. അങ്ങനെ വന്നപ്പോ അല്ല നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. അഞ്ചാമത്തെ കാര്യം, മുൻ സമുദായങ്ങളിൽ വന്നുപോയ സമൂത് ഗോത്രം, ഇങ്ങനെയുള്ള ഗോത്രങ്ങളിൽ വന്നുപോയതുപോലെയുള്ള ശിക്ഷകൾ നമ്മളെ തേടി വരും, അദാബുകൾ നമ്മളെ തേടി വരും. ഞാൻ ആലോചിക്കേ, ആണ്ട് നടത്തുന്നത് പോലെ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവണ കേരളത്തിൽ. ഒരു വർഷം വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ പത്രക്കാരെഴുതി എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അടുത്ത വർഷവും പൊള്ളും. എത്ര സ്ഥലങ്ങളിലാ പടച്ചവനെ ഉരുള് പൊട്ടിയത്. ഈ മടിക്കേരിയിലൊക്കെ പൊട്ടിയില്ലേ ഇപ്പൊ? അല്ലേ, മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം എത്ര പേര് ആലോചിക്കുക.
അപ്പൊ ഇതൊക്കെ നമ്മളെ തേടി വരുന്നത് റമളാൻ മാസത്തിൽ തന്നെ അതാ പറഞ്ഞുവാ. നാലിച്ചിക്ക് ശൈത്താന്മാരെ മുഴുവനും കെട്ടിയിട്ടിരിക്കണ മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. അള്ളാഹു കരുണ കാണിക്കുന്ന മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. ഹജ്ജിന്റെ മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വവ്വാലി നിന്ന് വരെ രോഗം വരുന്നു, കോഴിയിൽ നിന്ന്, പന്നിയിൽ നിന്ന്. ഇല്ലേ, നിപാ വൈറസ് എവിടെ നിന്നാ വരുന്നത്? വവ്വാലി നിന്നിട്ടാ വരുന്നത്. നാലിച്ചേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അദാബുകൾ നമ്മളെ തേടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആറാമത്തെ കാര്യം എന്താ? അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ആയത്തുകളെ നിസാരമാക്കുന്നവരെ അള്ളാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്താ? ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവിടെ നിന്ന് നിഷേധിക്കുമ്പോ, അതിനെ നിസ്സാരമായി കാണുമ്പോ അള്ളാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ജീവിതം ഇടുക്കമാക്കുകയാണ്. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും എടാ നിന്നെ പടച്ചവന് പ്രയാസപ്പെടുത്തുമടാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ ഉസ്താദേ, നല്ല കച്ചവടമുണ്ടായിരുന്നോ, സമാധാനമായിരുന്നോ, പൈസയുണ്ടായിരുന്നോ, സന്തോഷമായിരുന്നോ, ആഴ്ചയിലും മാസത്തില് ഭാര്യയും കൊണ്ട് ബാംഗ്ലൂരിൽ കറങ്ങാൻ പോകുന്നവനായിരുന്നോ, കടയിൽ പോയില്ലെങ്കിലും വീട്ടിൽ പൈസ വരുമായിരുന്നോ, അടിച്ചു പൊളിച്ച് നടന്ന കച്ചവടക്കാരാ, സുഖിച്ച് നടന്ന പ്രവാസിയുടെ ഭാര്യയായ പെങ്ങള്, ഇപ്പൊ ഞെരുക്കം വന്നല്ലോടാ, ഇപ്പൊ ഞെരുക്കം വന്നല്ലോടാ. എവിടെ നിന്നാ ഞെരുക്കം വന്നതെന്നറിയുമോ? നിന്റെ കച്ചവടം മുഴുവനും പടച്ചവനങ്ങ് ഞെരുക്കി കളയാൻ, നിന്നെ ഇടുക്കി കളയാൻ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സർവഭാഗത്തു നിന്നും പടച്ചവൻ നിന്നെ പിടിച്ചു മുറുക്കിയത് എന്തിനെന്നറിയോ? അള്ളാന്റെ ഖുർആനിനെ നിസാരമാക്കിയതിന് റബ്ബ് തന്ന ശിക്ഷയാടാ. നീ പണം കൂടിയപ്പോ, നിനക്ക് സമ്പത്ത് വന്നപ്പോ, നിന്റെ വീടിന് മുന്നിൽ വലിയ കൂടിയ വാഹനങ്ങൾ കിടന്നപ്പോ അള്ളാരെ മറന്നില്ലേ? പള്ളിയിലെ ഉസ്താദ് പടച്ച റബ്ബിന്റെ പള്ളി കെട്ടാൻ പാവപ്പെട്ട യതീമായ മക്കൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, പടച്ചവരെ രോഗികൾക്ക് വേണ്ടി, കോടിപതിയായ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഓതി പ്രതിഫലം പറഞ്ഞോ. നിങ്ങളെ വഅദിന്റെ സദസ്സില് ഉസ്താദന്മാര് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാനില്ലായിരുന്നോ? പക്ഷേ വിവാഹം, നിന്റെ മക്കളുടെ വിവാഹത്തിന് നടക്കുന്ന ആർഭാടമുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, ഈ മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, ആർഭാട വിവാഹങ്ങൾ പിന്നെയും തലപൊക്കി വന്നിരിക്കുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകളെന്നറിയോ കാണിക്കുന്നത്? കണ്ടാ റബ്ബിന് പോലും സഹിക്കൂലല്ലോ. ഈ ഉമ്മത്തിനല്ലേ ഇങ്ങനെയുള്ളോ? ഈ സമുദായം കാണിക്കുന്നത് പോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ മകളുടെ കല്യാണത്തിന് കാണാൻ പറ്റുമോ? മുസ്ലിം ചെറുപ്പക്കാരാ, എന്തൊരു അഹങ്കാരമാണോ, എന്തൊക്കെ ആർഭാടങ്ങളാണ് വിവാഹത്തിൽ നടക്കുന്നത്. പക്ഷേ അതോടുകൂടി സർവ്വതും തകർന്നല്ലോടാ. അള്ളാഹു നിന്നെ സാമ്പത്തികമായി ഞെരുക്കിക്കളഞ്ഞല്ലോ. എല്ലാ വഴികളും അള്ളാഹു അടയ്ക്കുകയാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിസാരമായി കാണുന്നവരോട് ഈ സിറാജിനെ ഓർമ്മപ്പെടുത്താനും ഉള്ളൂ, അല്ല നിന്നെ പിടിച്ചു കെട്ടുമടാ വാപ്പാ.
സ്വർഗത്തിന്റെ മുകളിൽ കിടന്ന് പടച്ചുറപ്പിനെ മതിമറന്ന് ജീവിക്കുന്ന പെങ്ങള്, അള്ളാഹു നിന്നെ പിടിച്ചു കെട്ടുമടി. പടച്ചവര് ഭാര്യയും ഭർത്താവും പരസ്പരം റൂമിന്റെ വാതിലടച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം നോക്കിയിരിക്കുന്ന ഒരവസ്ഥ വരുത്തുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ ആയത്തുകള്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ, അതിനെ പരിഗണിക്കാതെ വരുമ്പോ എത്രയോ ചോദിക്കുമല്ലോ, എടാ പള്ളിക്ക് കൊടുക്കടാ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞല്ലോ, ആരെങ്കിലും അള്ളാഹുവിന് പള്ളി പണിയുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുകയാ. എന്തൊരു പ്രതിഫലമാ. പക്ഷേ ഇവിടത്തെ പണക്കാരന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചാ തരാൻ മടിയാ. ഇല്ലെന്നല്ലേ പറയുന്നത്, ഇല്ലെന്നല്ലേ പറയുന്നത്. അള്ളാഹു നിന്നെ ഇല്ലാതാക്കും ബാപ്പാ. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാൻ നിനക്ക് അനുവാദമില്ല. പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. പക്ഷേ 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമല്ലോ. മയ്യത്ത് നമസ്കരിക്കുന്നത് പള്ളിക്കകത്ത് വെച്ചാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പക്ഷേ ഇവിടത്തെ പള്ളി പണിതപ്പോ, ഇവിടത്തെ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ, ഉസ്താദേ നാളെ ഒരു സമയത്ത് പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നിന്റെ മനസ്സിനകത്ത് പറയണം, എന്റെ കയ്യിൽ കിടന്ന മോതിരമുണ്ടല്ലോ, എന്റെ കയ്യിൽ കിടന്ന വളയുണ്ടല്ലോ, എന്റെ ശരീരത്ത് കിടന്ന മാലയുണ്ടല്ലോ, എന്റെ ചെവിയിൽ കിടന്ന കമ്മലുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പള്ളി എന്നെ മറക്കൂലല്ലോ. ആര് മറന്നാൽ അല്ലാഹുവിന്റെ പള്ളി എന്നെ മറക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ദുനിയാവും ഞെരുക്കമാ, ആഖിറവും ഞെരുക്കമാ. ഖസ്റത് ദുനിയാ വല്ലാഖിറ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി. നഷ്ടപാളിയെ പോലെ പടച്ചറപ്പിന്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകള് പടച്ചവരെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അതിനെ നീ ബഹുമാനിക്കൂ, അതിനെ നീ ആദരിക്കൂ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കൂ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂ. അല്ലാഹുവേ ഈമാൻ തരണേ അല്ലാ. അതുകൊണ്ട് ഒരുപാട് കേൾക്കുന്നതിൽ കാര്യമില്ല. കേൾക്കുന്നത് അല്പമാണെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യ ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ അനുസരിക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെന്ന് പറയുമായിരുന്നു, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്യ്. ചെയ്യുന്ന നന്മ കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി ചെയ്യ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ ഇപ്പൊ വാച്ചി നോക്കണേ? ചിലര് വാച്ചി നോക്കണേ എന്തിനാ? 11 മണി ആയതുകൊണ്ടാ? 2 മണിക്കൂറായില്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 മണിക്കൂറാണ് നമ്മുടെ വണ്ടിയില്ലേ? 11 മണി ആയതുകൊണ്ട് 11 മണിയായോ? ഉണ്ടോ? കറക്റ്റ് 11:04 ടൈം ടു ടൈമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇത്രയും പേര് വന്നതല്ലേ, ഇന്നൊരു നന്മ പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതൊരു നന്മ ചെയ്യോ? നന്മ ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ. NRC വരുമ്പോൾ മാത്രം ജി വിളിച്ചാൽ പോരാ. ഇൻഷാ അല്ലാഹ് പറ. ഉറക്കപ്പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു നന്മ ഞാൻ പറഞ്ഞു തരാൻ ചെയ്യോ? എന്റെ നന്മയെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതണം, ഓതുമ്പോ അഭിനയിക്കണം, കരയണ്ട, പറ്റൂല.
ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണമെന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പറ്റൂല. അത്രയ്ക്കൊന്നും ഈമാൻ നമുക്കില്ല. ഒന്ന് അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഓതുവോ? ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട. സൂറത്തുൽ ബക്കറ ഒന്നുമല്ല. നമുക്ക് ഖുർആൻ പഠിക്കാൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. സൂറത്തുൽ ബക്കറ പഠിക്കാൻ വേണ്ടി 12 വർഷം ചെലവഴിച്ച ഒരു സഹാബി. എത്ര വർഷം? സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. പശു എന്ന അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ബക്കറ. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ എത്ര വർഷം എടുത്തു? 12 കൊല്ലം. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ സഹാബികൾ ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ മരിച്ചു വീണെന്നറിയൂ. എത്രയോ മഹാന്മാരുടെ ചരിത്രമുണ്ട് ഖുർആൻ ഓതിയിട്ട് മരിച്ചുപോയവർ. നമുക്ക് മരിക്കണ്ട, അഭിനയിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈബുക്ക്. ഞാൻ പ്രതിഫലം പറയാം. ഒരവസരമേ ഉള്ളൂ, രണ്ടാമത് പൊക്കിപ്പിക്കില്ല. വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോണം, നല്ലതുപോലെ പൊക്കിക്കോ. സ്റ്റേജിൽ ഇരിക്കുന്നവരും പൊക്കിക്കോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവാ. അരക്കയ്യന്മാരെന്തോ അരക്കയ്യന്മാർ. അള്ളാഹുവെ, ആരെല്ലാം ഈ കൈ ഉയർത്തിയോ ഇവർക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതാമെന്ന് ആരൊക്കെ നിയത്ത് ചെയ്തോ ഇവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, ഈ ഉയർത്തിയ കൈ കൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭാഗ്യം തരണേ പടച്ചവൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൈ പൊക്കാത്തവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇത്രയും ഞാൻ പൈസ ചോദിച്ചോ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതട രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതിനൊരു ഇൻഷാ അല്ലാഹ് പറയാനാ പറഞ്ഞ്, അതിനെ കൈവക്കാൻ പറഞ്ഞ്. അതുപോലും ചെയ്യാത്തവനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഓൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ ഓതുവോ? ഒന്ന് കൈവക്കിക്കേ. നേരത്തെ പൊങ്ങാത്ത കൈയൊക്കെ പൊങ്ങി, അൽഹംദുലില്ലാ. അതാ ഒന്ന് തട്ടിയാലേ പറ്റത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓതൂലേ? ഓതൂലേ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ, ശൈത്താൻ പോട്ടെ. സ്വല്ലല്ലാഹു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇരിക്കാൻ കസേര ഇല്ലേറോ? അക്ബറെ, അക്ബറെ, ചങ്ങായിമാർക്ക് ഇരിക്കാൻ കസേര കൊടുക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കസേര കൊടുക്ക. നീ പോ, ഞാൻ കാണുന്നു. രാത്രി വരെ ഫോണാ. കുറേ നാളെ വിഷമം വന്ന് കുറേപാട് നാളായി അവനൊരു ഡേറ്റ് ചോദിച്ച് നടക്കുന്നുണ്ട്. എപ്പോഴും വരും. ഞാൻ കൊടുക്കാതിരുന്നിട്ട് ഓനെ വിളിച്ചിട്ട് അങ്ങോട്ട് ഡേറ്റ് കൊടുത്തു. അപ്പോഴവൻ പറയണത് മഴയാ വേണ്ടാന്ന്. പ്രസിഡന്റ് എനിക്കൊന്ന് കാണണം കേട്ടാ. ഉള്ളാളം പള്ളിയിലെ പ്രസിഡന്റ് എന്താ പോകുന്നത്? സെക്രട്ടറി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉള്ളാള ഉറൂസിന് നമ്മളുണ്ടല്ലോ അല്ലേ? എന്താ പ്രസിഡന്റ്? എന്താ ഇവിടെ? എന്താ സെക്രട്ടറി? എന്താ ഇപ്പം ഉള്ളാള? ഇവിടെ ചങ്ങായി വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, പ്രതിഫലം കേട്ടോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? സൂറത്തു തക്കാസുർ. ഏതാണ് സൂറത്ത്? ഏതാ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സൂറത്തു തക്കാസുർ ഓതാൻ. ഈ സൂറത്ത് ഓതിയപ്പോൾ പ്രവാചകൻ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തെ? കരച്ചിൽ വരുന്നില്ല നബി. എന്നാ ഒന്നും കൂടെ ഓതി. കരച്ചിൽ വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അഭിനയിക്കാൻ. എന്ത് ചെയ്യാൻ? കരയണ്ട, കരയുന്നവരെ പോലെ അഭിനയിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ പെണ്ണുങ്ങളോട് അഭിനയിക്കാൻ പറയണ്ട. ഈ അടുത്ത് ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇവിടെ ഈ സീരിയലൊക്കെ ഇല്ലേപ്പാ? നിങ്ങളൊക്കെ മലക്കുകള സീരിയലില്ലേ? അതിനെന്താ പറയാ?
അള്ളാഹു ആയാലും ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റിയിട്ട് വയ്യ. അതുകൊണ്ട് സീരിയലൊക്കെ കാണുന്ന താത്താമാരില്ലേ, ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പൊ ഒരു 30-40 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരു താത്ത ട്രെയിനിൽ അടുത്ത സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇവര് കരയുക. ഇടയ്ക്കിടയ്ക്ക് പാവ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു, പടച്ചോനെ സാധു വല്ല വിഷമം കൊണ്ട് കരയായിരിക്കും, ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ കരയണമെങ്കിൽ ട്രെയിനിനകത്തിരുന്നിട്ടാ ഈ സാധു കരയണേ. അപ്പൊ ഇങ്ങനെ കുറെ കരയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുന്നു, നമ്മൾ മിണ്ടിയില്ല. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ സമയമായി. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ള പയ്യനും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ താത്ത കരഞ്ഞ എന്താ പറയുക, സീരിയൽ കണ്ടിട്ടിരുന്ന് കരയേ താത്ത. ഇങ്ങനെ മൊബൈലിലൂടെ ഏതോ ഒരു സീരിയൽ കണ്ടിട്ട് ഈ പാവ ഇരുന്ന് കരയ. ഒന്ന് ആലോചിക്കുക, ട്രെയിനിനകത്ത് കണ്ടാൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എന്തോ ജോലിയുണ്ട് ആ പാവത്തിന്. അപ്പൊ നമ്മൾ ചിരിക്കണ്ട, നമ്മുടെ പെണ്ണുമ്പിള്ള ഇരുന്ന് കരയുന്ന കണ്ടിട്ടില്ലേ? അതുകൊണ്ട് കരയണ്ട, കരയുന്നവരെ പോലെ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.